ദിബീഷ്, നമുക്കറിയാം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതാണ്. ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായിരുന്നു നമ്മൾ ഇതുവരെ കാത്തിരുന്നത്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശ്രുതി, നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നതാണ്. ആലപ്പുഴ മണ്ഡലത്തിൻ്റെ കാര്യത്തിലാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് മത്സരിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ തന്നെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ രംഗത്തിറങ്ങുകയാണ്. അതോടൊപ്പം മറ്റ് സ്ഥാനാർത്ഥി പട്ടികയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. കണ്ണൂരിൽ കെ. സുധാകരൻ ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങുകയാണ്. വടകരയിൽ ഷാഫി പറമ്പിലാണ് UDF-ന് വേണ്ടി ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. കെ. മുരളീധരൻ തൃശ്ശൂരിൽ ഇറങ്ങുന്നു. ആ രീതിയിൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള വന്ന വാർത്തകളെല്ലാം തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂരിൽ കെ. സുധാകരൻ, വടകര ഷാഫി പറമ്പിൽ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി, കോഴിക്കോട് MK രാഘവൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, തൃശ്ശൂരിൽ കെ. മുരളീധരൻ, ചാലക്കുടി ബെന്നി ബെഹന്നാൻ, എറണാകുളം ഹൈബി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട ആൻഡോ ആന്റണി, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ശശി തരൂർ. ഇങ്ങനെ കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടുകൂടി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് നേതൃത്വം രംഗത്തിറക്കിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് കെ.സി. വേണുഗോപാലിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യമാകെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് കെ.സി. വേണുഗോപാൽ തന്നെ ഈ മത്സരത്തിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് ആലപ്പുഴയിൽ ഒരിക്കൽ കൂടി രംഗത്തിറങ്ങുന്നത്. അദ്ദേഹം ആലപ്പുഴയിലെ മുൻ MP കൂടിയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒരിക്കൽ കൂടി ജനവിധി തേടുകയാണ്. വയനാടിനൊപ്പം മറ്റ് അമേഠി മണ്ഡലത്തിലും രാഹുൽ ഗാന്ധിയുടെ പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 39 അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ അമേഠി മണ്ഡലം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത. അടുത്ത ഘട്ടത്തിലായിരിക്കും അത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും കോൺഗ്രസ് കൂടി നാളെ മുതൽ കളത്തിലേക്ക് ഇറങ്ങുന്നതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം അതിൻ്റെ ആവേശത്തിലേക്ക് കയറുകയാണ്. LDF സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥികൾ ഏകദേശം മണ്ഡലങ്ങളിലായിട്ടുണ്ട്. ഇനി BDJSൻ്റെ സ്ഥാനാർത്ഥികൾ വരാനുണ്ട്. BJPയെ സംബന്ധിച്ചാണെങ്കിൽ പത്മജ വേണുഗോപാൽ രംഗത്തിറങ്ങുമോ എന്നൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ശ്രദ്ധേയമായൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ കളത്തിലേക്ക് കോൺഗ്രസ് കൂടി ഇറങ്ങുകയാണ്. ശ്രുതി, വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ നടന്നിരിക്കുന്നു. വയനാട് ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി കളത്തിലിറങ്ങാൻ പോകുന്നു എന്നുള്ളതും ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ എറണാകുളം ഹൈബി ഈഡൻ, തിരുവനന്തപുരം ശശി തരൂർ, പത്തനംതിട്ട ആൻഡോ ആന്റണി, ആലപ്പുഴ കെ.സി. വേണുഗോപാലും കളത്തിലിറങ്ങുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ കെ. മുരളീധരൻ തന്നെയായിരിക്കും. പാലക്കാട് VK ശ്രീകണ്ഠനും, ആലത്തൂർ രമ്യ ഹരിദാസ്, കോഴിക്കോട് MK രാഘവനും, കണ്ണൂരിൽ കെ. സുധാകരനും കളത്തിലിറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദ്യഘട്ട പട്ടികയിൽ 39 സ്ഥാനാർത്ഥികളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനമാണ് കെ.സി. വേണുഗോപാൽ നടത്തിയിരിക്കുന്നത്. ലിബീഷ്, നമുക്കറിയാം നേരത്തെ വയനാട്ടിൽ ഒരു സംശയങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പല വാഗ്ദാനങ്ങളും ഇതിനിടയിൽ കെ.സി. വേണുഗോപാൽ പ്രഖ്യാപനത്തിനിടയിൽ നടത്തുകയുണ്ടായിരുന്നല്ലോ. ശ്രുതി, വയനാട് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ CPI ഒരു ദേശീയ നേതാവിനെ തന്നെയാണ് രംഗത്തിറക്കുന്നത്. ആനി രാജ രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മാറി നിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു വന്ന ചോദ്യം. എന്നാൽ ആ ചോദ്യത്തെ കോൺഗ്രസ് ആ രീതിയിലല്ല അഭിമുഖീകരിച്ചത്. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ തന്നെ അവിടെ രംഗത്തിറക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ വയനാട് കഴിഞ്ഞ തവണ അദ്ദേഹം തെരഞ്ഞെടുത്തു. ഇത്തവണ
ഇത്തവണയും വയനാട്ടിൽ തന്നെ വീണ്ടും ജനവിധി തേടാനാണ് രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുമായി കൂടി അതിര് പങ്കിടുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ മണ്ഡലത്തിന് കൈവന്നിരിക്കുന്ന ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി അവിടെ ജനവിധി തേടുകയാണ്. രാഹുൽ ഗാന്ധി മാറി നിൽക്കുകയാണെങ്കിൽ അത് സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം, KPCC നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ 19 സീറ്റ് ഇവിടെ UDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തവണ 19 എന്നുള്ളത് +1 കൂടി ചേർത്ത് 20 ആക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഒരു നിർദ്ദേശം പാലിക്കപ്പെടണമെങ്കിൽ തങ്ങളുടെ കൂടി അഭിപ്രായം കണക്കിലെടുക്കണമെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒരിക്കൽ കൂടി മത്സരിക്കുന്നത്. അത് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങളോ അത് CPIയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന അനിഷ്ടമോ ഒന്നും കോൺഗ്രസ് കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KC വേണുഗോപാൽ ആലപ്പുഴയിൽ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് KC വേണുഗോപാൽ ഒരിക്കൽ കൂടി ആലപ്പുഴയിൽ ജനവിധി തേടാൻ ഇറങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. രാജ്യമാകെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതല KC വേണുഗോപാലിനുണ്ട്. രാഹുൽ ഗാന്ധി മത്സരത്തിന് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണ KC വേണുഗോപാലാണ് ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചത്. അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ മത്സര രംഗത്ത് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരും വളരെ സജീവം തന്നെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ആണ് എന്നുള്ളൊരു വിലയിരുത്തലിൽ അദ്ദേഹത്തെ തന്നെ അവിടെ രംഗത്തിറക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. പട്ടികയിലെ മറ്റ് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴയിൽ ഉറയ്ക്കുകയായിരുന്നു എന്ന് പറയാം. മറ്റ് 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായതാണ്. വടകര, തൃശ്ശൂർ മണ്ഡലങ്ങളെ സംബന്ധിച്ചാണ്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചുവടുമാറിയതോടുകൂടി കൈവന്നിരിക്കുന്ന ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യം നേരിടാൻ മുരളീധരൻ തന്നെ തൃശ്ശൂരിൽ രംഗത്തിറങ്ങണം എന്നുള്ളൊരു അഭിപ്രായം ഇന്നലെ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു. മുരളീധരനും ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ പോരാട്ടത്തിനിറങ്ങുകയാണ്. നാളെ മുരളീധരൻ തൃശ്ശൂരിലെത്തി മുരളി മന്ദിരത്തിൽ നിന്ന് തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുരളി മന്ദിരം എന്ന് പറയുന്ന കോൺഗ്രസിന് വളരെ വികാരപരമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് അടുപ്പമുള്ള സ്ഥലമാണ്. നിലവിൽ മുരളി മന്ദിരം പത്മജിയുടെ പേരിലാണുള്ളത്. എങ്കിൽ പോലും ആ സ്ഥലം BJPക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനവുമായി നാളെ മുരളി മന്ദിരത്തിൽ നിന്നും മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഷാഫി പറമ്പിലിൻ്റെ വടകരയിൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഷാഫി പറമ്പിലിന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും നാളെ വടകരയിൽ പ്രചാരണം ആരംഭിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിനും മുരളീധരൻ വടകരയിൽ നിന്ന് മാറുന്നതിനോട് താല്പര്യമില്ല. എങ്കിൽ പോലും ഷാഫി പറമ്പിലിനെ പോലെ വളരെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥി വരുന്നത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തലിൽ നാളെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ വടകരയിൽ സജീവമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും തന്നെ സിറ്റിംഗ് MPമാരാണ് മത്സരിക്കുന്നത്. സുധാകരനും ഒടുവിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹവും പലതവണ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ജയന്തിൻ്റെ പേര് സുധാകരൻ മുന്നോട്ട് വെച്ചെങ്കിലും അപ്രതീക്ഷിതമായ എതിർപ്പുകളാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ സുധാകരൻ അപ്പുറം മറ്റൊരു പേര് അവിടെ മുന്നോട്ട് വെച്ചാൽ അത് കോൺഗ്രസിലുണ്ടാക്കാവുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. ആ ഒരു സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് KPCC അധ്യക്ഷൻ കൂടിയായ സുധാകരനും കണ്ണൂരിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളുമായിരിക്കുന്നു, UDFൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളുമായിരിക്കുന്നു. NDA സംബന്ധിച്ചാണെങ്കിൽ BDJSൻ്റെ സ്ഥാനാർത്ഥികളും BJPയുടെ ചില ചുരുക്കം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും കൂടി ആയിക്കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകും. ശ്രുതി, എന്തായാലും ശക്തരായ നേതാക്കളെ തന്നെ കളത്തിലിറക്കുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ആദ്യഘട്ട പട്ടികയിൽ 39